വെൽക്കം ടു സാറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ സെറ്റും മുണ്ടും കൊണ്ടാണ് വന്നേക്കണം. ഇന്ന് സെറ്റും മുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. സെറ്റും മുണ്ട് വൈകിട്ട് വീഡിയോ ഇടും കേട്ടോ. ഇന്നലെ ലാസ്റ്റ് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഒരുപാട് എൻക്വയറി വന്നതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ചേച്ചി സെറ്റും മുണ്ടിൻ്റെ ഒരു വീഡിയോയും കൂടി ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഒന്നും കൂടി ഇടുമെന്ന് ചോദിച്ചതുകൊണ്ട് ഓക്കെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയും കൂടി ഇടാം. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയും കൂടി ഇടാം. അപ്പോൾ ഞാൻ വൈകിട്ട് സെറ്റ് മുണ്ടിൻ്റെ ഒരു വീഡിയോയും കൂടി ഇടുന്നതായിരിക്കും. എല്ലാവരും നോക്കിക്കോളൂ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റ് മുണ്ടിൻ്റെ ഒരു വീഡിയോയും കൂടി ഇടും. പിന്നെ ആ പ്രിൻ്റ് ഉള്ളത് അധികവും ചോദിക്കുന്നത് അതങ്ങനെ കിട്ടുന്നില്ല. എനിക്ക് അത് കിട്ടുവാണെങ്കിൽ ഞാൻ കൊണ്ടുവന്നേനെ. പക്ഷെ അത് ഒത്തിരി ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ, അതുകൊണ്ട് അത് കിട്ടുന്നുമില്ല. അപ്പോൾ കിട്ടുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരാം കേട്ടോ. കിട്ടുന്നത് കൊണ്ടുവരാം. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടും, അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ നിർത്തിയത്. ഇന്ന് ഞാൻ വീണ്ടും ഇനിയിപ്പോൾ കടയിൽ പോകണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ ഞാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആരും പറയരുത് 10 രൂപ അങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് കൂട്ടി എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് കേട്ടോ. ഞാൻ സെറ്റുമുണ്ടൊക്കെ ഒത്തിരി കുറച്ച് ഇടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അതിന് ഇത്രയും ഡിമാൻഡും വരുന്നതല്ലോ. അപ്പം പിന്നീട് അതിനകത്ത് ആരും ഒന്നും പറയരുത്. ഇനി ആദ്യത്തെ റേറ്റ് അല്ലല്ലോ ഇപ്പോഴത്തെ റേറ്റ്, അങ്ങനെയൊക്കെ ഉള്ള കമൻറ്റുകൾ ആരെങ്കിലും പറയുമ്പോൾ എനിക്കതിന് തോന്നും ഞാൻ ചെയ്യുന്നതിനൊന്നും ഒരു വാല്യൂ ഇല്ലാതായിപ്പോയല്ലോ എന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുന്നത് നിങ്ങൾ പറയേണ്ടതായിരിക്കട്ടെ. എനിക്കതിന് പ്രോബ്ലം ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് പറയാനുള്ള റേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയണം. എനിക്ക് എപ്പോഴും ഒരു റേറ്റിംഗ് കിട്ടത്തില്ല. ഞാനവിടെ ചെല്ലുമ്പോൾ ചിലപ്പം ആദ്യമൊക്കെ അവരൊരു 10-15 പീസ് തരും. പിന്നെ അവർ എപ്പോഴും നമ്മൾ ഒത്തിരി ചോദിക്കുമ്പോൾ അവർ പറയും ഓക്കെ അതിൻ്റെ റേറ്റ് ഇന്ന റേറ്റ്. ഇപ്പം കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിലേക്ക് ഈ ആഴ്ച തരാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓണത്തിനൊക്കെ എടുത്തപ്പോൾ ഒക്കെ അവർ റേറ്റ് കൂട്ടി തരും. അപ്പോൾ ഞാനും അതുപോലെ തന്നെ എനിക്ക് അത്ര റേറ്റ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഞാനൊരു 10-20 രൂപ കൂട്ടിയിട്ട് എനിക്ക് ഈ സെറ്റ് മുണ്ടിലൊന്നും ഞാൻ പറയാമല്ലോ എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ നിങ്ങളുടെ ഒരു ഗിഫ്റ്റ്, ഒരു ഓണക്കൂടി. എൻ്റെ ചാനലൊക്കെ പുതിയതല്ലേ, അപ്പോൾ ആദ്യത്തെ ഓണമാണ്. ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു ഓണക്കൂടി എല്ലാവർക്കും ആയിക്കോട്ടെ എന്നോർത്ത് ഇടുന്നതാണ് കേട്ടോ. ഞാൻ പറയുന്നില്ല, വൈകുന്നേരം വീഡിയോ ഇട്ടു കേട്ടോ. നോക്കിക്കൊള്ളണം എല്ലാവരും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് സാരികളാണ്. സാരികളെന്ന് പറഞ്ഞാൽ ഓഫർ സാരികളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഞാൻ 2-3 ഓഫർ വീഡിയോ ഓണത്തിന് മുമ്പ് ഇടുന്നു. അതിൽ ആദ്യത്തെ ഓഫർ വീഡിയോ ഇടാൻ പോകുന്നത് സാരികളുടെ കളക്ഷൻസാണ്. എല്ലാം വളരെ വളരെ അഫോർഡബിൾ റേറ്റിലാണ് ഇട്ടിരിക്കുന്നത്. തീരെ കുറച്ച് റേറ്റാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. നല്ല സിൽക്ക് സാരികളൊക്കെ ഇത്രയും വില ഓർഡിട്ടൊക്കെ എങ്ങനെയൊക്കെ തരുന്നതെന്ന് വിചാരിക്കും. നോക്കിക്കോ, ഞാൻ ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് കളക്ഷൻസിലേക്ക് പോകാം. അപ്പോൾ ഓഫർ വീഡിയോ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ. വിലയും കുറവ്, ഷിപ്പിംഗ് ഫ്രീ. പെട്ടെന്ന് ബുക്ക് ചെയ്തോളണം. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ. പിന്നെ ഇനി 1-2 വീഡിയോ ഞാൻ ഇടും കുർത്തികളുടെ. ഇനി ബാക്കി സാരി ഉണ്ടെങ്കിൽ നോക്കട്ടെ. ഉണ്ടെങ്കിൽ 1-2 ഒരു വീഡിയോയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തേത് വേഗം ബുക്ക് ചെയ്തോളൂ. കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ. എനിക്ക് ആദ്യത്തെ സാരി കാണിക്കാം. ഗീച്ച സിൽക്കിൻ്റെ സാരിയില്ലേ, അതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് കേട്ടോ. ഗീച്ച സിൽക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഗീച്ച സിൽക്ക് എന്നൊക്കെ നമുക്കറിയാം. ഗീച്ച ലൈൻസ് വരുന്ന സാരികൾ. ആ സാരി ആദ്യം കാണിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സാരി. നോക്കി, പിന്നെ മുന്താണിയായി കാണുന്നു. കളർ നല്ലൊരു മെറൂൺ. ഇതിനകത്ത് നോക്കിക്കേ, ഈ ഗീച്ച ലൈൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് കുറച്ചൊരു എന്താ പറയേണ്ടത്, ക്ലോസ് ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് ഇങ്ങനെ വരും, ലൈൻ വരും ഇതിനകത്ത് ഫുള്ള്. അതിനായി ഈ ഗീച്ച എന്ന് പറയുന്നത് തന്നെ. ഈ ഗീച്ച ലൈൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ലൈൻസിനായി പറയുന്നത്. ഇങ്ങനത്തെ ഈ ഗീച്ച സിൽക്ക് സാരികളിലെല്ലാം ഇത് വരും. ഇതാ ഇതിൻ്റെ മുന്താണി വരുന്നത്. ലൈൻ അധികവും ഇതിൻ്റെ മുന്താണിയും ബ്ലൗസും എല്ലാം ലൈൻസിലേ വരുള്ളൂ. ഗീച്ച സിൽക്കിനകത്ത് അധികവും അങ്ങനെയാണ്. ഇതിൻ്റെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ, ഒരു മെറൂൺ കളറ്, നല്ലൊരു ഒതുങ്ങിയ മെറൂൺ കളറ്, തെറിച്ച് നിൽക്കുന്നതല്ല. അതിനകത്ത് നല്ലൊരു ഗോൾഡൻ ഇതുപോലെ വരും. ഇതിൻ്റെ ഗോൾഡൻ ബോർഡർ വരും. ഇത് വരും, മുന്താണി ഇങ്ങനെ വരും. ഇപ്പോൾ ഞാൻ മുമ്പോട്ടായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസും കൂടി ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. ബ്ലൗസ് ഇതാ ഇങ്ങനെ വരും. ഈ ലൈൻ തന്നെ ബ്ലൗസ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഈ മുന്താണിയുടെ ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് വരുന്നത്. ഇങ്ങനെ വരും. ബ്ലൗസൊക്കെ തയ്ച്ചിടുമ്പോൾ എന്താ ഇങ്ങനെ ഇതിൻ്റെ ഒരു ലുക്കൊക്കെ വരുന്നത്. ബ്ലൗസും കൂടെയൊക്കെ ഇട്ടാൽ അതിന് കൂടുതൽ ഭംഗി. ഇനിയിപ്പം ബ്ലൗസ് വേണ്ട, ലൈൻ ബ്ലൗസ് ഒന്നും വേണ്ട എന്നൊക്കെ ഉള്ളവർക്ക് ഈ പ്ലെയിൻ ബ്ലൗസ് ഇട്ടോ ഈ ഗോൾഡൻ ബ്ലൗസ് ഇട്ടോ ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ സാരി. ഫസ്റ്റ് സാരി എല്ലാവരും കണ്ടല്ലോ. നല്ല ഗീച്ച സിൽക്കിൻ്റെ സാരിയാണ്, നല്ല മെറ്റീരിയലാണ്. ഇതാണ് സാരി. ഇത് ബ്ലൗസ് പീസ്, ഇതിൻ്റെ മുന്താണി. സാരി കൊടുത്ത് കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാം കൂടെ ഉടുക്കാനൊന്നും നമുക്ക് സമയമൊന്നും കിട്ടത്തില്ലല്ലോ. അതാ പിന്നെ ഞാനിതെല്ലാം കൂടി ഇരുന്ന് മടക്കുന്നത് കുഴപ്പമില്ല, ഉടുക്കാൻ സമയമില്ല. അതാ പ്രശ്നം. ഇതിപ്പോൾ ഞാൻ 1 ലെയറില്ല ഇട്ടേക്കണേ കേട്ടോ. ഒരു സാരി ഞാനത് വെച്ച് നന്നായിട്ട് കാണിച്ചു തരാം.
ഒക്കെ നല്ല അടുക്കി കുത്തി വൃത്തിയായിട്ടൊക്കെ കൊടുക്കണം കേട്ടോ. സാരി ഉടുക്കുന്നതിലാണ് സാരിയുടെ ഭംഗി. സാരി ബ്ലൗസൊക്കെ തയ്ച്ച് നമ്മൾ എങ്ങനെ സാരി ഹാൻഡിൽ ചെയ്യുന്നു, സാരി ഉടുക്കുന്നു, അതിനകത്താണ് സാരിയുടെ ഭംഗി ഇരിക്കുന്നത്. നമ്മൾ 100 രൂപയുടെ 150 രൂപയുടെ സാരി മേടിച്ചാലും അത് ഉടുത്ത് വൃത്തിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് സാരിയുടെ ഭംഗി മുഴുവനും ഇരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസും കൂടെ ഒക്കെ തയ്ച്ചിടുമ്പോൾ ഈ സാരി നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ഈ സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ ഈ സാരി നന്നായിട്ട് കണ്ടല്ലോ. ഇങ്ങനെ സാരി വരുന്നത് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇനി എല്ലാ സാരിയും ഞാനിങ്ങനെ നിവർത്തത്തില്ല കേട്ടോ. നിവർത്തിയാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ സാരി കിട്ടുമ്പോഴത്തേക്കും ചുണ്ടുകൂടിയിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ സാരിയുടെ റേറ്റ് അറിയണ്ടേ? വെറും 499 രൂപ വിത്ത് ഫ്രീ ഷിപ്പിങ്. 499 രൂപയ്ക്കൊന്നും ഗീച്ച സിൽക്ക് കാണാൻ പോലും കിട്ടത്തില്ല കേട്ടോ. അപ്പം വേഗം മേടിച്ചോളണം. അടുത്തത് നല്ല വരും ഗ്രീൻ. ഗീച്ച സിൽക്കിൻ്റെ സാരിയൊക്കെ സ്റ്റാർട്ടിങ് തന്നെ 700 എബവ് കേട്ടോ. ഇതാ സാരി. ഇതിനകത്ത് ഇതൊരു നല്ല പച്ച കളറാണ് കേട്ടോ. ഈ ഒരു പച്ചയ്ക്കകത്ത് ഇവിടെ ഗോൾഡൻ ഉണ്ട്. ഇതിനകത്ത് നിറച്ച് നോക്കിക്കുക, കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് ലൈൻസ് ഇതിനകത്ത് ഫുള്ള് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഒരു സാരിയില്ല, ഈ ബ്ലാക്ക് ലൈൻസും കൂടെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു സാരി. ഇങ്ങനെ സാരി വരുന്ന മുന്താണി വരുന്നത് ഇതായി. ഇതാ മുന്താണി. ഇതാണ് എൻ്റെ മുന്താണി പാട്ട്. ഈ താഴെ കാണുന്ന ലൈൻ കാണുന്നതല്ല, ഇത് ബ്ലൗസാണ് കേട്ടോ. മുന്താണി ഇതേ കാണുന്നത്. ഇതാ മുമ്പ്. ഇങ്ങനെ ഈ സാരിയുടെ ലുക്ക് വരുന്നത്. ബ്ലൗസ് ചെയ്ത് വരും കേട്ടോ. ബ്ലൗസോടെയൊക്കെയാണ് തയ്ച്ചിരണേ. എന്നാൽ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഇനിയിപ്പം ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ചാർജാണ് നമുക്ക് ഇച്ചിരി പാട്. അതുകൊണ്ട് നമ്മൾ ബ്ലൗസൊക്കെ ഉള്ളതൊക്കെ വെച്ച് ഒപ്പിക്കും. പക്ഷെ ഒപ്പിക്കാതെയൊക്കെ അങ്ങോട്ട് ബ്ലൗസും കൂടെ തയ്ച്ചിട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. ഇങ്ങനെ ഇരിക്കും സാരി ബ്ലൗസ്. ഇതിൻ്റെ ലൈൻ പാറ്റേൺ തന്നെയാണ്. ഈ ഗീച്ച സിൽക്കിൻ്റെ സാരിക്കൊക്കെ എല്ലാത്തിനും ഈ ലൈൻ പാറ്റേൺ ആണ് വരുന്നത്. ബോർഡറിൽ അത് തന്നെയാണ് ബ്ലൗസിനും വരുള്ളൂ. ആ കളർ, ആ ഒരു കോൺട്രാസ്റ്റ് കളർ തന്നെ ബ്ലൗസും ഇതും കൂടെ ഒരുപോലെ തന്നെ വരും. അതാ സെക്കൻഡ് സാരി. ഇനി അടുത്ത സാരി ഇതേ വേറൊരു കളറാണ്. ഇതാ കളർ. ഇതിലും എന്താണ് ഈ പാർട്ട് ഇതായി കാണുന്ന. ബ്ലൗസ് അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ നിന്ന് നിവർന്നു പോകാറുള്ളൂ. ബ്ലൗസ് ഉള്ളിലേക്ക് മടക്കി. ഇതാ സാരി. കളർ നോക്കിക്കേ. ഈ കളറിന് എന്നാ പറയേണ്ട കളറെന്ന് എനിക്കറിയാൻ പാടില്ല. ലൈറ്റ് ചോക്ലേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ ബ്രൗൺ ഒട്ടല്ലാതാനും ഒരു ലൈറ്റ് ബ്രൗണിഷ് ചോക്ലേറ്റ് അങ്ങനത്തെയൊക്കെ ഒരു കളർ നിങ്ങൾക്ക് കാണാമല്ലോ. ഫുള്ള് നോക്കിക്കുക. എല്ലാ സാരിയിലും ഈ ഗീച്ച ലൈൻസ് ഫുള്ള് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സാരി വരുന്നത്. ഇത് സാരിയുടെ മുന്താണി. മുന്താണിയിൽ ഈ വൈറ്റ്, ഈ എന്താ പറയണ്ട, ഒരു മെറൂണും പിന്നെ ഒരു ബ്ലൂവും പിന്നെ ഈ ലൈനും ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇതിനകത്തും പോകുന്നുണ്ട്. ഇത് നോക്കുക. ഇതെല്ലാം കൂടെ മുന്താണി വരുന്നത്. വിട്ടിട്ട് ടാസിൽസൊക്കെ എല്ലാ സാരിയിലും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സാരി വരുന്നത്. സാരിയുടെ ബ്ലൗസായി കാണുന്നത് കേട്ടോ. ഇതാ ബ്ലൗസ്. ബ്ലൂവിൽ ബ്ലൗസ് വരും. മുന്താണിയിലുണ്ടല്ലോ ഈ ബ്ലൂ, ആ കളർ തന്നെ ബ്ലൗസിനകത്ത് ഈ ലൈൻ പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. സാരി ഇങ്ങനെ വരും. സാരി വെച്ചൊക്കെ കാണിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാം കൂടെ ഒന്ന് വിടുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് അറിയില്ല. ഇങ്ങനെ വെച്ച് കാണിക്കാതെ നടക്കുകയുള്ളൂ. അത്രയും ആഗ്രഹം വരുമ്പോൾ നടക്കുകയുള്ളൂ. ഇതേ ഇങ്ങനെ വരും സാരി. ഇതാണ് ഈ സാരി കേട്ടോ. വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ. ഇതാണ് സാരി ബ്ലൗസ്. അടുത്ത സാരിയുടെ കളർ നോക്കി. ഇതിൻ്റെ കളർ ഒരു മൗ കളർ എന്നൊക്കെ നമ്മൾ പറയൂലേ, ഒരു ലൈറ്റ് പീച്ചെന്നോ മൗ കളർന്നോ അങ്ങനെയൊക്കെ ഈ സാരിയുടെ കളറിന് പറയാം. ഈ കളർ ഇച്ചിരി ഒതുങ്ങിയ കളർ മതി എന്നുള്ളവർക്ക് ഇതൊക്കെ പറ്റും കേട്ടോ. ചിലർക്ക് ഒരുപാട് കളർ അങ്ങോട്ട് ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് ഈ കളർ പറ്റും.
ഇങ്ങനെ ഈ സാരി. ഇതിൻ്റെ മുന്താണിയായി കാണുന്നത് കേട്ടോ. ഇത് ഈ കാണുന്ന മുന്താണി. ഇത് ബ്ലൗസാണ്. ഇതാ മുന്താണി. മുന്താണി ഇതാ വരുന്നത്. ഇത് സാരിയും വരും. അങ്ങനെ വരും സാരി. അങ്ങനെയൊന്നും അല്ല കേട്ടോ സാരിയുടെ ലുക്ക് വരുന്നത്. സാരിയൊക്കെ ഉടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് ലൈൻ പാറ്റേണിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ബ്ലൗസ് ഇങ്ങനെ കോൺട്രാസ്റ്റ് ഉണ്ട്. മുന്താണി വരും. അതിനോട് സിമിലർ ആയിട്ടുള്ള ബ്ലൗസ് പീസ്. കുമ്പത്ത് രണ്ട് സൈഡിൽ ഈ കസവ് ബോർഡർ വരും കേട്ടോ. ഇതാണ് ഈ സാരി. ഇതിൻ്റെ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. നല്ലൊരു കളർ. ഇതാണ് ഈ സാരി. ഈ സാരിക്ക് എല്ലാത്തിൻ്റെ വില വരുന്നത് 499, 499 ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് കുറച്ചും കൂടെ ആദ്യം കാണിച്ച പച്ചയല്ല, ഇച്ചിരി കൂടെ ഒരു ഡാർക്ക് പച്ചയാണ് കേട്ടോ. വേറൊരു പച്ചയാണ്. പച്ച തന്നെ പക്ഷെ ഡിഫറെൻ്റ്. ഇതാ കളറ്. ഇത് മുന്താണി. വരും മുന്താണി. മുന്താണിയിൽ ലൈൻ പാറ്റേണാണ് പോകുന്നത്. ടാസിൽസ് ഒക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. പല്ലുവിൻ്റെ അറ്റത്ത് എല്ലാത്തിൻ്റെ അറ്റത്ത് ടാസിൽസ് ഒക്കെ അങ്ങനെ വരും. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ലൈൻസിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് എടുത്ത് കാണിക്കാൻ ഞാൻ. ബ്ലൗസ് ചെയ്ത് പല്ലുവിലൊക്കെ വരുന്നില്ലേ, അതിനോട് പല്ലുവിൽ ഇങ്ങനെ വിട്ട് വിട്ടാൽ ബ്ലൗസ് പീസിനകത്ത് കുറച്ചും കൂടെ അടുത്തടുത്ത ലൈൻസ് വരുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇങ്ങനെ വരും. നല്ല അടിപൊളി സാരി കേട്ടോ. 499 രൂപയ്ക്കൊന്നും ഈ സാരി ഒന്നും എവിടെയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. വേഗം വേഗം മേടിച്ചോളണം. അധികം സാരിയൊന്നും ഇല്ല. ഇത്രേ സാരിയൊക്കെ ഉള്ളൂ. അതിന് ഒരെണ്ണവും കൂടെ ഉള്ളൂ. ഇതാ ലാസ്റ്റ് സാരി. ഇതാണ് ലാസ്റ്റ് സാരി വരുന്നത്. ഇതാണ്. ഇത് നോക്കിക്കേ. ഇതിന് ഇച്ചിരി ഒരു പാറ്റേൺ ഡിഫറെൻറ്റാണ്. പാറ്റേൺ ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആ ബോർഡർ വരുന്നില്ല. ഇതും ഗീച്ച സിൽക്ക് തന്നെയാണ് കേട്ടോ. ഗീച്ച സിൽക്ക് തന്നെയാണ്. പക്ഷേ ആ ബോർഡർ അതിനകത്ത് വന്ന പോലത്തെ ഗോൾഡൻ ബോർഡർ വരുന്നില്ല. പക്ഷേ ഇതൊരു നല്ല എലഗൻറ്റ് സാരിയാണ്. ഇതിനകത്ത് ഈ പ്ലെയിൻ കളർ ഇങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ ഈ മുന്താണിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നോക്കിക്കോ. നല്ലൊരു അടിപൊളി പീച്ച് കളറിൽ ഫുള്ള് ഗോൾഡൻ ലൈൻസ് വിട്ട് വിട്ട് ഗോൾഡൻ ലൈൻസും ആ കളറും കൂടെ വരുമ്പം ഇതുമായിട്ട് എന്തൊരു മാച്ചായിട്ടാണ് പോകുന്നതെന്ന് നോക്കി കണ്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ പീച്ച് കളറിൻ്റെ ബ്ലൗസും കൂടെ വരും. പീച്ചിനകത്ത് ഒരു സെൽഫ് ലൈൻ വരുന്ന ബ്ലൗസാണ് വരുന്നത്. അങ്ങനെ വരും ബ്ലൗസ്. അതിൻ്റെ ബ്ലൗസ് പീസ് വരും. ഈ ബ്ലൗസും തയ്ച്ചിട്ട് സാരിയും കൂടി അങ്ങോട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും. ഈ സാരിക്ക് ബ്ലൗസ് തയ്ച്ചിട്ട് ആര് കിട്ടിയാലും എന്നാൽ അതിൻ്റെ ഭംഗി വരുള്ളൂ. കാരണം ആ മുന്താണിക്ക് മാച്ച് ചെയ്തിട്ട് ആ ബ്ലൗസിന് അതിൻ്റെ ഭംഗി. കാരണം ഇതിന് വേറെ ബോർഡറൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഈ ബ്ലൗസ് ഇട്ടാൽ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ കളറും ഒരു നല്ലൊരു എന്താ ബ്യൂട്ടിഫുൾ കളറല്ലായിരുന്നു എനിക്ക് ആ ബ്ലൗസ് പീസിൻ്റെ. കണ്ടില്ലേ സാരി? ഇതിൻ്റെ മുന്താണി നല്ല പൊളി കളറാണ് കേട്ടോ. അടിപൊളി മുന്താണി. സ്റ്റാൻഡേർഡ് ക്ലാസിക് ലുക്ക് എന്നൊക്കെ പറഞ്ഞ സാരി ഈ സാരിയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഓരോരുത്തർക്കും അവരവരുടെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഇതാണ് ലാസ്റ്റ് സാരി. ഗീച്ച സിൽക്കിൽ 499 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇനി കാണിക്കാൻ പോകുന്നതെല്ലാം കോട്ട ജാക്കറ്റ് സാരികളാണ്. നേരത്തെ ഞാൻ കുറച്ച് സാരിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ സാരികളാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ട്. നിങ്ങൾ കുറച്ചും കൂടെ മേടിച്ചു കൊടുത്തോട്ടെ. ഞാൻ കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞിട്ട് കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞത് അപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേ നോക്കി. ഫസ്റ്റ് സാരി മുന്താണിയായി കാണുന്നത് കേട്ടോ. ബ്ലൗസ് പീസ് ഇത്
ഈ ബ്ലൗസ് പീസ് വരുന്നത് ഇതിൻ്റെ വെറുതെ ഒരു പ്ലെയിൻ അല്ല കേട്ടോ, നോക്കിക്ക്, കാണാൻ പാടില്ലേ നിങ്ങൾക്ക്? ഈ സൈഡിൽ ഇച്ചിരി ഡാർക്ക് കളറും ഉള്ളിൽ ലൈറ്റ് കളറും ഫുള്ള് നോക്കിക്ക് ഡിസൈനും അതിനകത്ത് വരുന്ന ത്രെഡ് വീവിങ്ങും നോക്കിക്ക്. ഈ ബ്ലൗസൊക്കെ തയ്ച്ചിടണം കേട്ടോ, എന്നാലേ ഇതിന് ഭംഗി കിട്ടുകയുള്ളൂ. കാരണം അത്രയ്ക്ക് നല്ല അടിപൊളി ബ്ലൗസാണ് അതിൻ്റെയൊക്കെ. ഇങ്ങനെ ബ്ലൗസ് പീസ് വരുന്നത്. ഇതാ സാരി വരുന്നത്. സാരിയുടെ മുന്താണിയിൽ നോക്കിക്കുക. ഈ സാരിക്കൊക്കെ എന്നാന്ന് വെച്ചാൽ നല്ല ടാസിൽസൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല പിന്നി കെട്ടിയിട്ട് ടാസിൽസ് നോക്കിക്കോ. ഇതിനൊക്കെ ഈ ബോർഡർ വരുന്നത് നല്ലൊരു ഈ നമ്മുടെ ബനാറസി കാഞ്ചീപുരം സാരിയുടെയൊക്കെ ബോർഡർ ഇല്ലേ, അതുപോലത്തെ ബോർഡറാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ മുന്താണിയിൽ നോക്കിക്കുക, അതുപോലത്തെ ഒരു ബോർഡറാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഒരു ആൻറ്റിക് പ്രിൻറ്റുകളെന്ന് പറയില്ല, ആൻറ്റിക് കളറിൻ്റെയൊക്കെ പ്രിൻസാണ് ഇതിനകത്ത് ഫുള്ള് ഫോളോ ചെയ്യുന്നത്. ഇത് നല്ലൊരു എന്നാ പറയുക, നല്ല വില കൂടിയ സാരികളിൽ ഉള്ള ടൈപ്പ് ഒരു ഡിസൈനും പ്രിൻറ്റും ഒക്കെ ഇതിന് വന്നിരിക്കുന്നത് കണ്ടോ. എന്നാൽ വിലയോ തുച്ഛം, ഗുണമോ മിച്ചം, അതാണ് ഇതിൻ്റെ ഗുണം. സാരി ഇതായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വില കേൾക്കുമ്പോൾ എന്നോട് ചോദിക്കും, ഈ വിലയ്ക്ക് ഇത്ര നല്ല സാരി കിട്ടുമോ? ഇതല്ലേ ഞാൻ നിങ്ങൾക്കിപ്പോൾ തരാൻ പോകുന്നത്. സാരി കണ്ടില്ലേ, കോട്ട ചെക്കിൻ്റെ സാരിയൊക്കെ എത്ര രൂപയ്ക്ക് കിട്ടും? കടയിൽ പോയി ചോദിച്ചാൽ അവർ പറയും 1200, 1300 ഒരു സാരി. ബ്ലൗസ് കേട്ടോ, എന്താണ് ഉള്ളിൽ. അപ്പം ഇതാണ് സാരി. ഈ സാരിയുടെ വില പറയട്ടെ. ഈ സാരിയുടെ വിലയാണ് വെറും 590 രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ്. 590 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. പെട്ടെന്ന് ഓർഡർ ചെയ്തു കേട്ടോ. കോട്ട ചെക്കിൻ്റെ 2-3 സാരി ഉണ്ട്, വേഗം കാണിക്കാം. അടുത്ത കളർ ചെയ്ത പിങ്ക് കളർ, നല്ല പിങ്കിഷ് പീച്ച് എന്നൊക്കെ പറയണ നല്ലൊരു ക്യൂട്ട് കളർ. നോക്കിക്കോ കളർ, ഇതാ കളർ. എന്താണ് ഇത് വരുവേ, ഇതാ മുന്താണി. ടാസിൽസ് എല്ലാം ഉണ്ട്. ഇതാ പിങ്ക് പീച്ച് കളറിൻ്റെ തന്നെ പീച്ചും വൈറ്റും കൂടെ കൂട്ടിയിട്ട് മുന്താൻ്റെ ടാസിൽസ് ഒക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ ഡാർക്ക് ബ്രൗൺ വരും. ഇത് ബ്രൗൺ അല്ല, ബ്രൗൺ, മെറൂണിഷ് ബ്രൗൺ എന്നൊക്കെ പറയാം. ഈ കളർ വരുമ്പോൾ ബ്രൗൺ വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കളർ ഡിഫറൻ്റ് ഉണ്ട്. അതിൻ്റെ തന്നെ ലൈറ്റ് മുന്താണിയിൽ വന്നിരിക്കുന്നത്. മുന്താണിയുടെ തുമ്പത്ത് വീണ്ടും ആ പീച്ച് വന്നിട്ടാണ് ഈ ടാസിൽസ് കെട്ടി കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു ആൻറ്റിക് ഡിസൈൻ പോലത്തെ ഡിസൈൻസാണ് ഇതിൽ ഫുള്ള് വന്നിരിക്കുന്നത്. അങ്ങനെ സാരി വരുന്നത് ഇങ്ങനെ വരും. സാരി ബ്ലൗസ് ഇതാ ഇങ്ങനെ വരും. ഇതിൻ്റെ ബ്ലൗസ് ആ മെറൂൺ കളറിൽ തന്നെ, അല്ല ആ ബ്രൗൺ കളറുള്ള ബ്ലൗസ് വരും. ഇങ്ങനെ സാരിയുടെ ഒരു ചെറിയൊരു ലുക്ക് ഇങ്ങനെയൊക്കെ വരും. ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത്. ഇതാണ് സാരി. ഇതിൻ്റെ വില 590 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. കോട്ട ചെക്കാണ് കേട്ടോ ഡിസൈൻ, അല്ല മെറ്റീരിയൽ. അടുത്തത് നോക്കിക്കോ, ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ. ഇതും കോട്ട ചെക്ക് തന്നെ, പൗഡർ ബ്ലൂ കളർ. നല്ലൊരു കളർ, എല്ലാവർക്കും യോജിക്കുന്ന കളറാണ് ഈ പൗഡർ ബ്ലൂ കളർ എന്നൊക്കെ പറഞ്ഞാൽ. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഇപ്പം ഞാൻ കാണിച്ചില്ലേ, ഡാർക്ക് പീച്ച് പോലത്തെ കളർ, പിങ്കിഷ് പീച്ച്, അതിൻ്റെ തന്നെ പൗഡർ ബ്ലൂ കളർ. ഇതാ കളർ. ബാക്കി ഡിഫറൻസ് ഒന്നും ഇതിനില്ല. ഇതുപോലെ തന്നെ വരും. തുമ്പത്ത് ടാസിൽസ് ഉണ്ട്. ഇങ്ങനെ വരും മുന്താണി. കുത്തിയൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. മുന്താണി പാർട്ട് ഇത് വരും. ബ്ലൗസ് പീസ് ഈ ബ്രൗണിഷ് തന്നെ ബ്ലൗസ് വരും. മുന്താണിയിൽ വരുന്ന ഈ ബ്രൗൺ ഇല്ലേ, അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ബ്രൗണിൻ്റെ ഒരു ലൈൻ പോലെയുള്ളൊരു പാറ്റേണിൽ ബ്ലൗസ് വരും. ഇങ്ങനെ വരും. കണ്ടല്ലോ സാരി. ഇതാണ്, ഇത്രയും സാരികളാണ് ഈ കോട്ട ചെക്കിലുള്ളത്. ഇനി കോട്ട ചെക്കിൻ്റെ തന്നെ ഇതിൻ്റെ വില 590.
ഫ്രീ ഷിപ്പിംഗ് കേട്ടോ, എല്ലാം ഫ്രീ ഷിപ്പിംഗ്. ഇന്നത്തെ എല്ലാ സാരി ഫ്രീ ഷിപ്പിംഗാണ്. ഇനി ഇതിനകത്ത് കോട്ടാച്ചൊക്കെ തന്നെയാണ് ഇത്. പക്ഷെ ഇതിനൊരു ഇച്ചിരിയും കൂടെ അതിനേക്കാളും തിക്നെസ് കൂടി, ഇത്തിരിയും കൂടെ തിക്നെസ് ഉണ്ട്. അത് പിന്നെ സീ ത്രൂ ആണോന്ന് എല്ലാവരും കോട്ട സാരി കാണിക്കുമ്പം ചോദിക്കും. കോട്ട സാരി സീ ത്രൂ ആയിരിക്കും. അടുക്കി കുത്തി കൊടുത്താൽ സീ ത്രൂ ആയിരിക്കത്തില്ല. അല്ലാതെ 1 ലെയർ കൊടുത്താൽ കോട്ട ചെക്കിൻ്റെ സാരി കുറച്ച് സീ ത്രൂ ആയിരിക്കും. ഈ സാരി നോക്കിക്കേ, ഇതാ സാരി. കളറ് നല്ലൊരു റാണി പിങ്ക് കളർ, ഡാർക്ക് റാണി പിങ്ക് കളറിൽ. ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കേ, ഇതും കോട്ട ചെക്ക് തന്നെയാണ് കേട്ടോ. ഇതതിൻ്റെ ഡിസൈൻ, ഒരു സെൽഫ് ഡിസൈൻ പോലത്തെ ഡിസൈനാണ്, ഫുള്ള് ബോഡിയിൽ നോക്കി. പിന്നെ ഇതിൻ്റെ മുന്താണിയിലേക്ക് വരുന്ന ഉടനെ ഈ എന്നാ പറയണ്ടേ, ഈ ചുവർച്ചിത്രം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിനകത്തൊക്കെ വരുന്ന ഈ പിന്നെ പൂവിൻ്റെയും പിന്നെ ഏതൊക്കെയോ ഭഗവാന്മാരുടെയോ ആരുടെയൊക്കെയോ ഡിസൈൻ, എനിക്കറിയത്തില്ല കേട്ടോ ആരൊക്കെയാണ്. അങ്ങനത്തെ ഒക്കെ ഒരു ഈ അമ്പലത്തിലൊക്കെ ചുവർച്ചിത്രങ്ങളൊക്കെ നമ്മൾ കാണൂല്ലേ, അങ്ങനത്തെയൊക്കെ ഒരു ഡിസൈൻ പോലെ ഇതിനകത്തുണ്ട്. ഇത് അമ്പലത്തിലൊന്നും അല്ല, ഇതേതോ ഡാൻസുകാരാണ് കേട്ടോ, അമ്പലമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഈ കൂടുതൽ അറിയത്തില്ലേ. ഇതായതായാലും സംഭവം ഇതാ. അരികത്തും ഇതുപോലെ തന്നെ ബോർഡർ. കൊടുത്തു വരുമ്പം സാരി അങ്ങനെ വരുന്നതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഈ അരികത്തേക്ക് വരുമ്പോഴേ ഇവിടെ ഒത്തിരി ഡാർക്ക് ബോർഡറാണ് വരുന്നത് കേട്ടോ. എന്താ റെഡിൻ്റെ ബോർഡറാണ് വരുന്നത്, റെഡിഷ്. ഈ തുമ്പ് മാത്രം ഒരു റെഡിഷ് ബോർഡറാണ് വരുന്നത്. അതിൻ്റെ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസിനൊരു പ്രത്യേകതയുണ്ട്. ആ ബ്ലൗസ് കാണിച്ചിട്ടുണ്ട്, ബ്ലൗസ് കാണിച്ചു തരാതെ. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ ഇച്ചിരി റെഡിഷ് കളറിലാണ് ഇതിൻ്റെ ബ്ലൗസ്. കണ്ടോ ഇങ്ങനെ. ഈ റെഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രിൻ്റ് സെയിമാണ് കേട്ടോ. ഈ നമ്മുടെ ഇവിടെ വന്നില്ലേ ഈ പ്രിൻ്റ് തന്നെയാണ്, ഇതുപോലത്തെ പ്രിൻ്റ് തന്നെയാണ്, ഈ ബോഡിയിൽ വരുന്ന പ്രിൻ്റ് തന്നെ, പക്ഷേ റെഡിഷ് കളറാണ്. ആ റെഡ് കൊടുക്കാനുള്ള കാരണം അത് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ നോക്കിക്കേ, ഇവിടെ ഇതല്ലേ ഈ തുമ്പ് വരുന്നത്, ഇവിടുത്തെ തുമ്പിൻ്റെ ഒക്കെ നോക്കിക്കേ, ഞാൻ പറഞ്ഞില്ലേ ഈ ബോർഡറിൻ്റെ തുമ്പിൽ ഇത് വരില്ലേ, അതിൻ്റെ ഒരു കളർ വരാൻ പാകത്തിനാണ് ഈ റെഡ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അതിന് മാച്ചിങ് ആയിട്ട് ഈ റെഡ് വരും. ഈ കളർ രണ്ടും കൂടെ മാച്ച് ചെയ്ത് ഈ പ്രിൻ്റഡ് ആയിട്ടാണ് ഈ ബ്ലൗസ് വരുന്നത്. അങ്ങനെ വരും ഈ സാരി. എല്ലാം കൂടെ കൊടുത്ത ആകെ ബഹളമായി പോയി. എന്നാലും നിങ്ങൾ ബ്ലൗസ് കണ്ടല്ലോ. സാരി ഇത് ഇങ്ങനെ, ബ്ലൗസ് ഇതും കോട്ട ചെക്ക് തന്നെയാണ് കേട്ടോ. ഈ സാരിക്ക് വില വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വില 299 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇനി ഒരു സാരി ഉണ്ട്. ഈ സാരി നല്ല പ്യുവർ സിൽക്കിൻ്റെ നല്ല സിൽക്ക് പട്ട് സാരിയാണ്. പക്ഷേ ഇതിൻ്റെ കളറ് ഇപ്പോൾ ആർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടുന്നവർ വാങ്ങിക്കുക. അധികം പ്രായമായവർക്ക് പറ്റിയ കളറല്ല, കുറച്ച് പ്രായം കുറഞ്ഞവർക്കൊക്കെ പറ്റും നല്ല പാർട്ടി വെയർ സാരിയാണ്. ഇതേ സാരി ഇതതിൻ്റെ മുന്താണ്. നല്ല സിൽക്ക് സാരിയാണ് കേട്ടോ. ഈ തുമ്പ് ഇങ്ങനെ വരും, ഈ ബോർഡർ ഇങ്ങനെ വരും. ഈ ബോർഡർ നോക്കിക്ക്, ഡാർക്ക് ബോർഡർ വരും. ഇത് ഈ പച്ച വരും. ഈ പച്ച ഇഷ്ടമുള്ളവർക്ക് ഒരു കുഴപ്പമില്ല. ഈ സാരി എന്താണ് ഇങ്ങനെ വരും. ബ്ലൗസ് ഇങ്ങനെ വരും, ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ബ്ലൗസ് വരും. ബ്ലൗസിൻ്റെ കളർ ഇങ്ങനെ, സാരി ഇങ്ങനെ. സിൽക്ക് സാരിയാണ് കേട്ടോ, സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയാണ്. എല്ലാം കൂടെ വെച്ചപ്പോഴത്തേക്ക് ആകെ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെതാ ഇതാ എൻ്റെ മുന്താണി. മുന്താണിയും പോയി, എല്ലാം പോയി. മുന്താണി
അപ്പം ഈ സാരി ഇങ്ങനെ കേട്ടില്ലേ, കണ്ടില്ലേ സാരി? ഇതാണ് സാരി, ഇതാണ് അതിൻ്റെ മുന്താണി, ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ്. എന്താണ് ഇത് ബ്ലൗസ് പീസ്. ഇതാ ബ്ലൗസ് പീസ്, ലൈൻസ് വരുന്നത് മുന്താണി. ഇതാ സാരി കേട്ടോ. അപ്പം ഇതിൻ്റെ അങ്ങനെ വരും. അടുക്കി കുത്തിയൊക്കെ കൊടുത്ത് കഴിയുമ്പം സാരിക്ക് ഭംഗി ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു കളറാണ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ പ്രായമൊക്കെ ഉള്ളവർ ചോദിച്ചാൽ ഞാൻ പറയും ഈ കളർ ഇച്ചിരി ഡാർക്ക് കളറല്ലേ എന്ന് ചോദിക്കും. അല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല. ഈ സാരിക്ക് വില അതുപോലെയുള്ളൂ, വെറും 199 രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് സാരി, 199 രൂപയേ ഉള്ളൂ കേട്ടോ. ഫ്രീ ഷിപ്പിങ്ങുമാണ്. അപ്പോൾ ഇത്രയാണ് സാരികളുള്ളതും. സാരിയൊക്കെ എല്ലാവരും കണ്ടില്ല, എല്ലാവർക്കും സന്തോഷമായി. കാരണം സന്തോഷമായി ഞാൻ തന്നെ പറയുമോ, കാരണം എല്ലാവർക്കും സന്തോഷമായി എനിക്കറിയാം, കാരണം അത്ര റേറ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ വേഗം പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ട് ബുക്ക് ചെയ്തോളുക. പെട്ടെന്ന് തീർന്നു പോവുക. ഓഫർ സെയിലാണ്, ഫ്രീ ഷിപ്പിംഗ് ആണ്, വില കുറവാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വേഗം തീർന്നു പോകും. ഇനിയിപ്പം സാരി കാര്യമായിട്ടില്ല ഉള്ളത് ഞാനിടും. ഇപ്പോൾ ഇത് ആണ് ഒരു മെയിൻ സാരിയുടെ വീഡിയോ. ഓഫറിൽ ഞാൻ ഇടാമെന്ന് പറഞ്ഞിരുന്നില്ല, അതിൻ്റെ ഒരു മെയിൻ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇട്ടത്. ഇതിൽ നിന്ന് വേണ്ടതൊക്കെ എല്ലാവരും വേഗം വാങ്ങിച്ചോളണം. അവരവരുടെ പ്രോഡക്റ്റ് പെട്ടെന്ന് സ്വന്തമാക്കിക്കൊള്ളണം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനി ഇന്ന് തന്നെ വൈകിട്ട് സെറ്റുമുണ്ടിൻ്റെ വീഡിയോ ഇടും. പിന്നെ 1-2 ഓഫർ സെയിൽ വീഡിയോ ഇനി ഓണത്തിന് മുമ്പിടും. അതൊക്കെ കാണണം, മേടിക്കണം. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണം. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ കിട്ടണ്ടേ, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണം. അതുവരെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.